പ്രതികാരത്തിനും നിയമത്തിനും ഒരുമിച്ച് പോകാൻ പറ്റുന്ന കാര്യമേ അല്ല. കാരണം പ്രതികാരത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് മിക്കവാറും നിയമവിരുദ്ധമായിരിക്കും. ബട്ട് ഇമാജിൻ, ഇനി നമുക്ക് ഇമാജിൻ ചെയ്യാം ഒരു ക്രൈം ഇൻ എ സെൻസ് ഒരു കുട്ടിയെ ഒരാൾ റേപ്പും മർഡറും ചെയ്യുന്നു. മോശമായ ക്രൈമാണ്. ഇതിന് ശേഷം നടക്കാൻ പോകുന്ന ലീഗൽ പ്രൊസീജിയർ, ആദ്യം കുട്ടിയുടെ പേരൻസോ ഗാർഡിയനോ കേസ് കൊടുക്കും. പോലീസ് അന്വേഷിക്കും, പോലീസ് പ്രതിയെ കണ്ടുപിടിച്ച് കസ്റ്റഡി എടുക്കും, കോടതിയിൽ പോകും, കോടതി ശിക്ഷ വിധിക്കും. ഇതാണ് ഡ്യൂ പ്രോസസ്. ഓക്കെ, ഇത് കോടതി സ്ട്രക്ചറലായി പറഞ്ഞു കൊടുക്കുന്ന സാധനം. ഇനി നമുക്ക് അച്ഛൻ്റെ കണ്ണുകളിലോട്ട് നോക്കാം. ഒരച്ഛൻ്റെ കണ്ണുകളിലോട്ട് നോക്കുമ്പോൾ പ്രതിയെ ശിക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് ആ അച്ഛന് തന്നെ അല്ലേ? പക്ഷേ ഒരാരാച്ചാരുടെ കയറ് വലിക്കാൻ പോലുള്ള അവകാശം കോടതി അച്ഛന് നൽകുന്നില്ല. ഇതിന് കോടതി പറയുന്ന കാരണം കെയോസിനെയും സൈക്കിൾ ഓഫ് ഹേറ്ററിനെയും അവോയ്ഡ് ചെയ്യാനാണെന്നാണ്. സൈക്കിൾ ഓഫ് ഹേറ്റർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുറ്റിയും ചാവുന്നതും, ഇപ്പം പുള്ളി ഈ പ്രതിയെ കൊന്ന് പ്രതിയുടെ ബന്ധുക്കൾ പുള്ളിയെ തിരിച്ചു കൊന്ന്, സൈക്കിൾ ഓഫ് ഹേറ്ററിനെ അവോയ്ഡ് ചെയ്യാനും ഇതിനെല്ലാം ഒരു സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാനും, അത് ഇതിനെല്ലാത്തിനെയും എല്ലാ ക്രൈമിനും ഇന്ന ശിക്ഷ എന്ന് പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാനും പ്രതികാരം എന്ന് പറഞ്ഞ ഭാവത്തെ പൂർണ്ണമായി കളയാനുമാണ് കോടതി സ്ട്രക്ചർ കൊണ്ടുവരുന്നതെന്നാണ് കോടതി പറയുന്നത്. എന്നിട്ട് ഇതേ കോടതി ആ പ്രതിക്ക് കൊടുക്കുന്ന ശിക്ഷ 10 to 20 വർഷമാകുമ്പോൾ ആ കുട്ടിയുടെ ജീവനും അഭിമാനത്തിനുമുള്ള വില വർഷങ്ങളിൽ ഒതുങ്ങുന്നു. ഈസ് ദിസ് ജസ്റ്റിസ്? തിങ്ക് അബൌട്ട് ഇറ്റ്.